ശ്രീ ഹരിദാസ്, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഈ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അടൂരിലെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ ഇനിയിപ്പം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് പാർട്ടിയുടെ ഒരു പിന്തുണയൊന്നും ഇതിൽ നിന്ന് ഈ ഒരു അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ലഭിക്കില്ല. ഈ ഒരു പോരാട്ടത്തിൽ, അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കില്ല. കാരണം അദ്ദേഹം സസ്പെൻഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഈ പോംവഴികൾ, ഒന്നുകിൽ പരാതി കൊടുക്കണം, പോലീസിന് പരാതി കൊടുക്കണം. അല്ല, പാർട്ടി അന്വേഷിക്കില്ല എന്ന് ശ്രീ സേനാപതി വേണു അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി അന്വേഷിക്കില്ല, പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ എന്തായാലും ഇങ്ങനെയൊരു ആരോപണം പാർട്ടിയിലെ ഒരു യുവ നേതാവിനെതിരെ ഉയർന്നാൽ സ്വാഭാവികമായി ഒരന്വേഷണം നടത്തേണ്ടതല്ലേ? ഇതിന് പിറകിൽ പാർട്ടിക്കകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? നേരത്തെ സേനാപതി വേണു പറഞ്ഞതും രാഹുലിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. ആ ദാഹിക്കുന്നവർ പാർട്ടിക്കകത്തുള്ളവരാണോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണോ എന്ന് മനസ്സിലാക്കാനെങ്കിലും ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? എന്തിനാ അതങ്ങനെ തള്ളിക്കളയുന്നത്? അങ്ങനെ ഒരു അന്വേഷണം എന്തിനാണ് നിരാകരിക്കുന്നത്? ഈ കേരളത്തിലെ ഇപ്പൊ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വീണ്ടും LDF അധികാരത്തിൽ കയറിക്കൊണ്ട് ഒരു 5 വർഷം കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതഭരണം ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി കോൺഗ്രസ് ആണ്. ശ്രീ അനിൽ നമ്പ്യാർ, കോൺഗ്രസ് തോറ്റിരിക്കുന്നത് ഒരിക്കലും ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിന്റെ പേരിലല്ല, കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യിക്കാത്തതിന്റെ പേരിലാണെന്നുള്ള വകതിരിവൊക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് ധാരാളമുണ്ട്. ഒരു ബൂത്ത് തലത്തിൽ ഇത്ര വോട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് ആരാണോ എതിർ സ്ഥാനാർത്ഥി, അവരുടെ ഏജന്റുമാരോ അവരുടെ പ്രവർത്തകരോ അല്ല. കോൺഗ്രസ്സുകാർ ഒരുത്തനെ ഒരു ഡോബി മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ തോൽപ്പിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് വളരെ വ്യക്തമായി. മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സോളാർ നായികയുടെ പ്രശ്നങ്ങൾ പറയാം. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനെ ഓരോ നിയോജക മണ്ഡലത്തിലും ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ, നമ്മൾ പറയില്ലേ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ കച്ചകെട്ടി ഇറങ്ങിയതിന്റെ പേരിലാണ്. ഇപ്പോ മുരളീധരന്റെ തൃശ്ശൂരിലെ തോൽവി, അവിടെ സുരേഷ് ഗോപിയുടെ ജയം, എന്തൊരു പൊന്നുമ്മയാണ് ഒരു നേതാവ് ഈ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് നൽകിയിരുന്നത്. കാരണം അത് ആ വണ്ടിയിൽ വെച്ചിട്ട് ആ പൊന്നുമ്മ നൽകുന്നതും ആ മേയർക്കൊപ്പി കൊടുക്കുന്നതും മറ്റുള്ളവർ കാണണം. അപ്പൊ എക്സിബിഷനിസത്തിന്റെ ഉസ്താദുകളാണ് ആര്? ഈ കോൺഗ്രസ്സുകാര്. ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, എന്നിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ് ഉണ്ടായത്? ഇപ്പൊ അവിടെ അദ്ദേഹമായിട്ട് എന്തൊക്കെ അവിടെ ചെയ്തു, അതിന്റെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ആ അവിടുത്തെ സ്ഥാനാർത്ഥിക്കാണ്. അപ്പോ സേനാപതി വേണു എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിലെ രാഹുലിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് പേർ കൈ കോർത്തപ്പോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചലനം ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ LDFന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ കാര്യമായിട്ടുള്ള യാതൊരു, അവരുടെ ഓരോ നേതാക്കന്മാരോരോന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ സജീവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പാലക്കാട് MLA ഓഫീസിലേക്കുള്ള ജാതിയും കാര്യങ്ങളും അതൊക്കെ BJP ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മൾ പറയില്ലേ, ഈ അതിനെക്കാട്ടിലൊക്കെ നീക്കത്തിൽ കരുനീക്കങ്ങൾ നടത്തുന്നത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. ഇപ്പൊ KC വേണുഗോപാലിന്റെ ഭാര്യ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം രാഹുലിനെ തള്ളി പറഞ്ഞതിന് തുല്യമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഞാൻ അറിഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറൊരു നേതാവ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയും അത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ KC വേണുഗോപാലിനെതിരായിട്ടുള്ള ക്ലിപ്പിങ്ങുകളുണ്ട്, ഞങ്ങൾ പുറത്തുവിടും. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ക്ലിപ്പിങ്ങുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് BJPക്കാരോ EPMകാരോ അല്ല. ശ്രീ വേണു, കോൺഗ്രസ്സുകാരുടെ അടുത്താണ്. കോൺഗ്രസ്സുകാർക്ക് വേണ്ട പാരയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്ലിപ്പിങ്ങുകളും ഇത്തരത്തിലുള്ള ഓഡിയോ മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് സംഭരിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരാണ്. അപ്പോ രാഹുലിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നത് ഞങ്ങളാരുമല്ല, CPMകാരല്ല, BJPക്കാരല്ല, അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. ഈ പ്രശ്നം തന്നെ ഊതി വീർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു 6 മാസം മുമ്പ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് വീണ്ടും സേനാപതി വേണുവിനോട് പറയുകയാണ്. ഒരു 6 മാസം മുമ്പ് കോൺഗ്രസ് ശ്രദ്ധ വെച്ചിട്ട് ഈ പയ്യന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു വാണിംഗ് കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ ഈ 9 എന്നുള്ളതൊക്കെ കുറഞ്ഞിട്ട് ആ 2ഓ 3ലോ നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലത്തെ ഈ പരാതിക്കാരെ കുറിച്ചിട്ടുള്ള അവരുടെ സത്യസന്ധത, അവരുടെ ഓതന്റിസിറ്റി, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അവർ എത്രക്കാരാണ്? അപ്പൊ ഞാൻ ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് എനിക്ക് ചുരുങ്ങിയത് ഒരു 10 പേരുടെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അതെന്താ താങ്കൾ അവര് നിഷ്കളങ്കരാണോ? അവർ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എന്തിന് ഇത്തരക്കാരായിട്ട് അടുക്കാൻ നിൽക്കുന്നു എന്നൊക്കെ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഒരുത്തൻ ഹണ്ടറായിട്ട് ഈ പെൺകുട്ടികളെ വേട്ടയാടാൻ നടക്കുന്ന വിവരം
കൃത്യമായിട്ട് പാർട്ടിക്ക് അറിഞ്ഞിട്ട് പാർട്ടി എന്തുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയിലേക്ക് കടന്നില്ല? അതേസമയത്ത് ഈ സോഷ്യൽ മീഡിയ സജീവമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചാനൽ സജീവമാണ്. ഇവിടുത്തെ രാമനിലയത്തിന് പറയാനുള്ള ഒരുപാട് കഥകളുണ്ട്. രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ മകനെ പറ്റിയിട്ട് രാമനിലയത്തിൽ ഒരു മുറിയും ഒരു സിനിമാ നടിയെയും കുറിച്ചിട്ട് എന്തൊക്കെ ആരോപണങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം അതിനുശേഷം എന്തൊക്കെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ആയത്. അദ്ദേഹം നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെ, ഡൽഹിയിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പൂർവാധിക ശക്തനായിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമാതിരി തന്നെ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് നിലമ്പൂർ വഴിയേറ്റ് പോയിട്ട് ഒരു വീട്ടിൽ കുറച്ചു നേരം തന്റെ കൂടെയുള്ള പെൺസുഹൃത്തുമായിട്ട് വിശ്രമിക്കുന്ന സമയത്ത് CPM-ന്റെ ആൾക്കാരെ വളഞ്ഞിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തത്, അതിപ്പോഴും യൂട്യൂബിൽ അത് കിട്ടും. അദ്ദേഹം അതിനുശേഷം MP ആയി. അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണെങ്കിലും ഇവിടെ പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു വള്ളംകളി കാണാനോ എന്തോ ഒരു പരിപാടിക്ക് വന്ന ഒരു നടിയുടെ എന്റെ അഭിപ്രായത്തിൽ ഞാനത് കണ്ടതിൽ നിന്ന് എനിക്ക് അദ്ദേഹം ആ സ്ത്രീയെ സ്പർശിക്കാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം കയ്യെ വഴി ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കൈ നീട്ടിയതാണ്. കേരളത്തിൽ എന്തൊക്കെ പുകിലുകൾ ഉണ്ടാക്കി. ഉണ്ടാക്കിയിട്ടുള്ളത് ആരായിരുന്നു? എലക്ഷൻ, ലോക്സഭാ ഇലക്ഷന്റെ അടുത്ത് വെച്ചിട്ടാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ കളിച്ച കളിയായിരുന്നു ആ സംഭവം എന്നുള്ളത് പിന്നീട് നമുക്ക് നാട്ടിൽ അരമന രഹസ്യ അങ്ങാടിപ്പാട്ടായിട്ടുള്ളതല്ലേ. അപ്പോ ഇതില് ഈ ധാർമ്മികത എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. ഇവരുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ തന്നെ ഒരു ഇളനീര് കുടിക്കാൻ പോയിട്ടുള്ള പുലിവാലിനെ കുറിച്ചിട്ട് അനിൽ നമ്പ്യാർക്ക് നല്ല ഓർമ്മയില്ലേ? അദ്ദേഹത്തിന് ആ ഇളനീര് വഴിക്കുന്നു കുടിക്കാമായിരുന്നു. അദ്ദേഹം ഇളനീര് കുടിക്കാൻ പോയി. പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ജനങ്ങൾ മറന്നിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതം പിടിച്ച ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നേടണം. ഇവിടെ അതിനെ ഇപ്പോ നിലവിലുള്ള കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റണമെന്ന ഒരു ചിന്താഗതിയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ ഇമേജിന്റെ കടക്കിൽ കത്തിവെച്ചിട്ടുള്ള ഇദ്ദേഹത്തിനെ അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞാലും എന്ത് ശുദ്ധി വരുത്തി കഴിഞ്ഞാലും തിരിച്ച് പാർട്ടിയിൽ എടുക്കരുത്. കാരണം ഇതിന്റെ ഈ രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് തന്റെ വാചാലത മുതലാക്കിക്കൊണ്ട് ഈ പെൺകുട്ടികളെ ഹണ്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് മോശമാണ്. അതുകൊണ്ട് സംശയലേശം ഇനി ഒന്നും ആലോചിക്കാനില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ രാജിവെപ്പിക്കണം. അതുകൊണ്ട് ഇതിന്റെ ഒരു കാര്യം വേണു മനസ്സിലാക്കുക. എന്താ വേണു ഇതിന്റെ പ്രശ്നം? നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഴുപ്പ് ചുമക്കാം. ഈ വിഴുപ്പ് നിങ്ങൾ കോൺഗ്രസ്സുകാർ ചുമന്നോളൂ. പാലക്കാട്ടെ കുറെ നിഷ്പക്ഷരായ ആളുകൾ കോൺഗ്രസ്സുകാരല്ലാത്തവർ ഈ മനുഷ്യന് വോട്ട് ചെയ്തതല്ലേ ഈ ഭൂരിപക്ഷത്തിൽ വർദ്ധിക്കാൻ കാരണം. അവരെന്തിനാണ് ഈ വിഴുപ്പ് ചുമക്കുന്നത്? അവരിലേക്ക് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത്? അവർ ആവശ്യപ്പെടുന്നു, മനസ്സുകൊണ്ട് ആവശ്യപ്പെടുന്നു, പരസ്പരം കാണുമ്പോൾ ആവശ്യപ്പെടുന്നു. 4 പേർ കൂടുന്നിടത്ത് സംസാരമാകുന്നു. ഇയാൾ രാജിവെക്കണം.